മണി മാജിക്കിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് സാമ്പത്തിക ഇടപാടുകൾ. ഒരടിയന്തര വൈദ്യസഹായം വേണ്ടി വരുമ്പോഴോ, ബിസിനസ്സിൽ പെട്ടെന്നൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ വീടുപണിയുമായി ബന്ധപ്പെട്ട അത്യാവശ്യങ്ങൾ വരുമ്പോഴോ നമ്മൾ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പണം കടമായി വാങ്ങാറുണ്ട്. പണ്ടുകാലം മുതൽക്കേ നമ്മൾ ശീലിച്ചു വന്ന ഈ കൈവായ്പാ സമ്പ്രദായം കൂടുതലും നടക്കുന്നത് കറൻസി നോട്ടുകൾ വഴിയാണ്. എന്നാൽ കാലം മാറിയതിനനുസരിച്ച് സാമ്പത്തിക നിയമങ്ങളും കർശനമായിരിക്കുകയാണ്. ഡിജിറ്റൽ പണമിടപാടുകളുടെ ഈ പുതിയ യുഗത്തിൽ പഴയതുപോലെ വലിയ തുകകൾ കറൻസി നോട്ടുകളായി കൈമാറ്റം ചെയ്യുന്നത് നിങ്ങളെ വലിയൊരു നിയമക്കുരുക്കിലേക്കും വൻതുക പിഴയായി നൽകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കും. ഇവിടെയാണ് പുതിയ ആദായ നികുതി നിയമം വലിയ പ്രസക്തി നേടുന്നത്. ഈ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് സാധാരണക്കാരായ ആളുകളെ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. 2025 പുതിയ ആദായ നികുതി നിയമമനുസരിച്ച് പ്രാബല്യത്തിൽ വരുന്ന സെക്ഷൻ 185 എന്ന വകുപ്പ് ഓരോ പൗരനും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ്. സത്യത്തിൽ ഇതൊരു പുതിയ നിയമമല്ല കേട്ടോ, നേരത്തെ തന്നെ ഉള്ള ഒരു നിയമം തന്നെയാണ്. പക്ഷേ നമ്മളാരും അത് ഫോളോ ചെയ്യുന്നില്ല എന്ന് മാത്രം. ഇനി നിയമം വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരാളിൽ നിന്ന് 20,000 രൂപയോ അതിൽ കൂടുതലോ കടമായി വാങ്ങാനോ അല്ലെങ്കിൽ നിക്ഷേപമായി സ്വീകരിക്കാനോ ഇനി മുതൽ കറൻസി നോട്ടുകളായി സാധിക്കില്ല എന്നതാണ് ഈ നിയമത്തിൻ്റെ കാതൽ. ഇവിടെ നിങ്ങൾ പണം കടം വാങ്ങുന്നതിനെ നിയമം എതിർക്കുന്നില്ല, മറിച്ച് ആ പണം ഏത് രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിലാണ് നിയമത്തിൻ്റെ കർശന നിയന്ത്രണം വരുന്നത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി ബാങ്കിംഗ് സംവിധാനങ്ങൾ വഴി മാത്രമേ ഇത്തരം വലിയ തുകകൾ കൈമാറാൻ പാടുള്ളൂ എന്ന് നിയമം അനുശാസിക്കുന്നു. അക്കൗണ്ട് പേയ് ചെക്കുകൾ, അക്കൗണ്ട് പേയ് ബാങ്ക് ഡ്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഇലക്ട്രോണിക് ക്ലിയറൻസ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ മാത്രമേ 20,000 രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതിനു പുറമെ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള UPI, NEFT, RTGS തുടങ്ങിയ ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. ഈ മാർഗങ്ങളിലൂടെ അല്ലാതെ നേരിട്ട് പണമായി 20,000 രൂപയോ അതിലധികമോ വാങ്ങുന്നത് ഗുരുതരമായ നിയമലംഘനമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ നിയമം ലംഘിച്ചാലുള്ള ശിക്ഷാ നടപടികൾ എന്താണെന്ന് മനസ്സിലാകുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം നമുക്ക് ശരിക്കും ബോധ്യമാകുന്നത്. സാധാരണഗതിയിൽ നിയമലംഘനങ്ങൾക്ക് ചെറിയൊരു തുക പിഴയായി നൽകി ഒഴിവാക്കാൻ സാധിക്കുമെന്നത് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഈ പ്രത്യേക ആദായ നികുതി നിയമപ്രകാരം നിങ്ങൾ കറൻസിയായി വാങ്ങിയ തുക എത്രയാണോ അതിന് തുല്യമായ തുക പിഴയായി ഒടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാകും. അതായത് 100% ഇവിടെ പിഴ ഈടാക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് വ്യക്തമാക്കാം. അടിയന്തരമായി ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു സുഹൃത്തിൽ നിന്നും 50,000 രൂപ നേരിട്ട് നോട്ടുകളായി കടം വാങ്ങി എന്ന് കരുതുക. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ ഈ വിവരം കണ്ടെത്തുകയാണെങ്കിൽ നിയമം ലംഘിച്ച് പണമായി വാങ്ങിയ അതേ തുകയായ 50,000 രൂപ നിങ്ങൾ സർക്കാരിലേക്ക് പിഴയായി അടയ്ക്കേണ്ടി വരും. കടം വാങ്ങിയ തുക തിരികെ കൊടുക്കേണ്ട ബാധ്യതയ്ക്ക് പുറമെയാണ് ഈ ഭീമമായ പിഴ കൂടി നിങ്ങളുടെ തലയിൽ വന്നു വീഴുന്നത്. ഇത് ഒരു സാധാരണക്കാരൻ്റെ സാമ്പത്തിക ഭദ്രതയെ പൂർണ്ണമായും തകർക്കാൻ പോകുന്നത്ര വലിയൊരു പ്രഹരമാണ്. പലപ്പോഴും ആളുകൾക്ക് അബദ്ധം പറ്റുന്ന മറ്റൊരു പ്രധാന മേഖലയാണ് തുകകളുടെ കൂട്ടിച്ചേർക്കൽ അഥവാ അഗ്രഗേഷൻ നിയമം. ഒറ്റത്തവണ 20,000 രൂപ വാങ്ങിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. ഞാൻ വെറും 10,000 രൂപ മാത്രമല്ലേ ഇപ്പോൾ പണമായി വാങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഈ നിയമം ബാധകമല്ല എന്ന് ചിന്തിക്കുന്നവർ ഒരു വലിയ കെണിയിലേക്കാണ് വീഴുന്നത്. നിയമം പറയുന്നത് മുൻപ് വാങ്ങിയതും എന്നാൽ ഇതുവരെ തിരികെ നൽകാത്തതുമായ കടങ്ങൾ ഉണ്ടെങ്കിൽ അതും പുതുതായി വാങ്ങുന്ന തുകയും ചേർത്ത് കണക്കാക്കുമെന്നാണ്. ഇതിനൊരു വ്യക്തമായ ഉദാഹരണം നമുക്ക് നോക്കാം. നിങ്ങൾ മാസങ്ങൾക്ക് മുൻപ് ഒരാളിൽ നിന്നും 6,000 രൂപ കടം വാങ്ങിയിരുന്നു എന്ന് വെക്കുക. അത് ഇതുവരെ നിങ്ങൾ തിരികെ കൊടുത്തിട്ടില്ല. ഇന്ന് അതേ വ്യക്തിയിൽ നിന്ന് ഒരു 15,000 രൂപ കൂടി പണമായി കടം വാങ്ങുന്നു. ഇപ്പോൾ വാങ്ങിയത് 15,000 ആണെങ്കിലും മുൻപത്തെ 6,000 രൂപ കൂടി ചേർക്കുമ്പോൾ നിങ്ങളുടെ മൊത്തം ബാധ്യത 21,000 രൂപയായി മാറുന്നു. 20,000 എന്ന പരിധി കടന്നതുകൊണ്ട് തന്നെ ഈ ഇടപാടും പൂർണ്ണമായും നിയമലംഘനത്തിൻ്റെ പരിധിയിൽ വരും. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കണക്കാക്കുമ്പോൾ ആ നിമിഷം കൈമാറുന്ന തുക മാത്രമല്ല, തീർപ്പാക്കാനാകാത്ത പഴയ ബാധ്യതകളും നിയമത്തിൻ്റെ കണ്ണിൽ നിർണായകമാണ് എന്നാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്ര കർശനമായ ഒരു നിയമം കൊണ്ടുവന്നത് എന്നതിന് പിന്നിൽ വളരെ വ്യക്തമായ സാമ്പത്തിക കാരണങ്ങളുണ്ട്. രാജ്യത്തെ സമാന്തര സമ്പദ് വ്യവസ്ഥയെ അഥവാ കള്ളപ്പണത്തിൻ്റെ ഒഴുക്കിനെ തടയുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. കറൻസി നോട്ടുകളായുള്ള ഇടപാടുകൾക്ക് കൃത്യമായ രേഖകൾ ഉണ്ടാകില്ല. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മറ്റൊരു വ്യക്തിയിലേക്ക് പണമായി മാറുമ്പോൾ അതിന് നികുതി നൽകപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ആ പണത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താനും സർക്കാരിന് സാധിക്കില്ല. ബാങ്കിംഗ് സംവിധാനങ്ങൾ വഴി പണം കൈമാറുമ്പോൾ ആ ഇടപാടിന് വ്യക്തമായ ഒരു ഡിജിറ്റൽ കാൽപ്പാട് ബാക്കിയാവുന്നു. ആ പണം എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്നത് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ആദായ നികുതി വകുപ്പിന് സാധിക്കും.
ചുരുക്കത്തിൽ രാജ്യത്തെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളെയും സുതാര്യമാക്കാനും എല്ലാവരെയും ബാങ്കിംഗ് ശൃംഖലയുടെ ഭാഗമാക്കാനുമുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബിസിനസ് ആവശ്യങ്ങൾക്കായി കടം വാങ്ങുമ്പോൾ എല്ലാം കൃത്യമായി ചെക്ക് വഴിയോ ഓൺലൈൻ വഴിയോ ആക്കുകയും അതിൻ്റെ രേഖകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നത് നികുതി പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കും. എല്ലാ നിയമങ്ങൾക്കും ഉള്ളതുപോലെ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഈ നിയന്ത്രണത്തിൽ നിന്ന് ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. സർക്കാരിനോട് നേരിട്ട് നടത്തുന്ന ഇടപാടുകൾക്ക് ഈ നിയമം ബാധകമല്ല. അതുപോലെ തന്നെ ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവയിൽ നിന്നുള്ള വായ്പകൾക്കും നിക്ഷേപങ്ങൾക്കും ഈ നിയമത്തിൻ്റെ കർശന വ്യവസ്ഥകൾ ബാധകമല്ല. കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട കോർപ്പറേഷനുകൾക്കും സർക്കാർ കമ്പനികൾക്കും ഈ നിയമത്തിൽ നിന്ന് ഇളവുണ്ട്. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ റിസർവ് ബാങ്കിൻ്റെയോ മറ്റ് സർക്കാർ ഏജൻസികളുടെയോ കർശന നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്നവ ആയതുകൊണ്ട് തന്നെ ഇവയുടെ പണമിടപാടുകൾ സ്വാഭാവികമായും വലിയ സുതാര്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളെ 20,000 രൂപയുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇന്ത്യയെപ്പോലെ വലിയൊരു കാർഷിക രംഗത്ത് ഇത്തരം കർശന നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഗ്രാമീണ മേഖലയെയും കർഷകരെയും അത് ദോഷകരമായി ബാധിക്കാതിരിക്കാൻ നിയമത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കർഷകർക്ക് വലിയ ആശ്വാസം നൽകുന്ന ചില പ്രത്യേക വ്യവസ്ഥകൾ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പണം കൊടുക്കുന്ന വ്യക്തിക്കും പണം സ്വീകരിക്കുന്ന വ്യക്തിക്കും കാർഷിക വരുമാനം മാത്രമാണുള്ളതെങ്കിൽ, അതായത് രണ്ടുപേർക്കും ആദായ നികുതി നൽകേണ്ട മറ്റു വരുമാനങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ അവർ തമ്മിലുള്ള പണമിടപാടുകൾക്ക് ഈ 20,000 രൂപയുടെ വിലക്ക് ബാധകമല്ല. ഗ്രാമീണ മേഖലകളിൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി എത്തിച്ചേരാത്ത ഇടങ്ങൾ നിരവധിയുണ്ട്. കൊയ്ത്തുകാലത്തോ അല്ലെങ്കിൽ വിതയ്ക്കുന്ന സമയത്തോ കർഷകർക്ക് പരസ്പരം പണം കടമായി നൽകേണ്ടി വരും. ഇത്തരം അടിസ്ഥാന ആവശ്യങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കാനാണ് പൂർണ്ണമായും കാർഷിക പശ്ചാത്തലത്തിലുള്ള വ്യക്തികളിൽ നിന്നും അവർ തമ്മിലുള്ള ഇടപാടുകളെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. കൂടാതെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മറ്റൊരു ഇളവ് കൂടി ഈ നിയമം നൽകുന്നുണ്ട്. അത് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കുകൾക്കും നൽകിയിട്ടുള്ള പ്രത്യേക പരിഗണനയാണ്. സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇത്തരം സഹകരണ സംഘങ്ങളെയാണ്. ഈ നിയമപ്രകാരം ഇത്തരം സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ ആളുകൾക്ക് പണം നിക്ഷേപിക്കാനോ വായ്പയായി എടുക്കാനോ ഉള്ള പരിധി 20,000 അല്ല, മറിച്ച് 2 ലക്ഷം രൂപയായി ഉയർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഒരു സാധാരണ കർഷകനോ ഗ്രാമീണനോ താൻ അംഗമായ സഹകരണ സംഘത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ പണമായി തന്നെ വായ്പ എടുക്കാനോ നിക്ഷേപിക്കാനോ സാധിക്കും. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ സഹകരണ പ്രസ്ഥാനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഈ വർദ്ധിപ്പിച്ച പരിധി വലിയൊരു സഹായമാണ് നൽകുന്നത്. പലർക്കും ഈ നിയമത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഇപ്പോഴുമുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തും തമ്മിലുള്ള പണമിടപാട് ആദായ നികുതി വകുപ്പ് എങ്ങനെ അറിയാനാണ് എന്ന ചിന്തയാണ് അതിലേറ്റവും പ്രധാനം. എന്നാൽ ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ പാൻ കാർഡും ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുകളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സാമ്പത്തികമായി വലിയ ഇടപാടുകൾ നടത്തുമ്പോഴോ വസ്തുവകകൾ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ബാങ്കുകളിൽ വലിയ തുകകൾ നിക്ഷേപിക്കുമ്പോഴോ ആദായ നികുതി വകുപ്പിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇത് വളരെ എളുപ്പത്തിൽ കണ്ടെത്തുന്നു. ഒരുപക്ഷെ നിങ്ങൾ സുഹൃത്തിന് കൊടുത്ത പണം തിരികെ കിട്ടാതെ വരികയും അത് കോടതിയിൽ ഒരു വ്യവഹാരമായി മാറുകയും ചെയ്യുമ്പോൾ ഈ തുക നിങ്ങൾ പണമായാണ് നൽകിയതെന്ന് തെളിയിക്കപ്പെട്ടാൽ നിങ്ങളുടെ പണം തിരികെ കിട്ടില്ല എന്ന് മാത്രമല്ല, അതിന് തുല്യമായ തുക സർക്കാരിലേക്ക് പിഴയായി ഒടുക്കേണ്ട ഗതികേടും വന്നു ചേരും. പ്രോമിസറി നോട്ടുകൾ എഴുതി വാങ്ങി പണമായി ലക്ഷങ്ങൾ കടം കൊടുക്കുന്ന പഴയ രീതികൾ ഇന്നത്തെ നിയമത്തിന് മുന്നിൽ വിലപ്പോവില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. സാമ്പത്തിക സുരക്ഷ എന്നത് കേവലം പണം സമ്പാദിക്കുന്നത് മാത്രമല്ല, ആ പണം നിയമപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതുകൂടിയാണ്. സാങ്കേതികവിദ്യ ഇത്രത്തോളം വളർന്ന ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ പണമിടപാടുകൾ വളരെ ലളിതവും സുരക്ഷിതവുമാണ്. മൊബൈൽ ഫോണിലൂടെ നിമിഷങ്ങൾക്കുള്ളിൽ എത്ര വലിയ തുകയും മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ ഇന്നെല്ലാവർക്കും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ പണമായി കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ബിസിനസ്സുകാരായാലും സാധാരണക്കാരായാലും സുതാര്യമായ രീതിയിൽ ബാങ്ക് വഴി മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ശീലിക്കുക. എല്ലാ സാമ്പത്തിക വിനിമയങ്ങളുടെയും വ്യക്തമായ രേഖകൾ സൂക്ഷിക്കുക. ഓർക്കുക, നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത നിയമത്തിന് മുന്നിൽ ഒരു ന്യായീകരണമേയല്ല. ചെറിയൊരു അശ്രദ്ധ മൂലം ജീവിതത്തിൽ സമ്പാദിച്ചതൊക്കെയും വലിയൊരു പിഴയായി സർക്കാരിലേക്ക് അടക്കേണ്ടി വരുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പുതിയ നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുകയും അത് പ്രായോഗിക ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുകയും എന്നതാണ് ഓരോ പൗരൻ്റെയും കടമ. സുരക്ഷിതമായി ഇടപാടുകൾ നടത്തുക, നികുതി പ്രശ്നങ്ങളില്ലാത്ത ഒരു സാമ്പത്തിക ജീവിതം കെട്ടിപ്പടുക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.